ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നോമ്പെടുക്കുന്നത്. നമ്മളവിടുത്തെ താത്താരൊക്കെ പറഞ്ഞു നമുക്കൊരു നോമ്പ് തുറ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് കൂടെ ഞാനും നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, അനിയത്തി നാത്തൂനും അവിടെയുള്ള ചേച്ചിമാരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ആ കോളനി മൊത്തം നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദാഹമാണ് മെയിനായിട്ട് വരുന്നത്. നമുക്ക് വിശപ്പൊന്നും വല്ലാണ്ടില്ല. അപ്പോൾ രാവിലെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഈവനിങ് ഒക്കെ ആവാനേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായപ്പോൾ നമ്മളും വന്നിരുന്നു കേട്ടോ. നമ്മളും കുറേ അരിയാനും അതുപോലെ താത്താർക്ക് കുറേ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു. അവരാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മൾ ബിരിയാണി അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് എണ്ണക്കടികളൊക്കെയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അതാ ഓരോന്നായിട്ട് ഞങ്ങൾ തന്നെയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. താത്താരെയാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരോരോ കാര്യങ്ങളിങ്ങനെ ആക്കും. നമ്മളെല്ലാവരും സംസാരിച്ചിരുന്ന് ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും ഈവനിങ്. അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയിട്ട് കഴിക്കുക, അതൊക്കെ രസമല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കാറില്ല, ആദ്യമായിട്ടാണ്. ഇനിയിപ്പോൾ എല്ലാ കൊല്ലം ഉണ്ടാകട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ഭയങ്കര രസമായിരുന്നു. ഓരോരുത്തരും ഓരോ തമാശകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു എല്ലാവരും ഒരുമിച്ച് കൂടുന്നതിൻ്റെ രസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്, എൻ്റെ വീട്ടിൽ നിന്ന് വെച്ചിട്ടാണ് ഈ പരിപാടി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി വെച്ചു. പിന്നെ കുറേ അവർ ഓരോ ഡിഷുകളൊക്കെ ഉണ്ടാക്കും. നമ്മളത് പഠിക്കും കൂടി ചെയ്യാണ് കേട്ടോ. നമുക്ക് സമൂസ ഒന്നും ഉണ്ടാക്കിയ ശീലമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ മടക്കി അവരതൊക്കെ കാണിച്ചു തന്നപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളൊരിതായി. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തരിക്കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങളൊന്ന് മേലൊക്കെ കഴുകി വന്ന് ഒന്ന് ഫ്രഷായിട്ട് ഇരുന്ന് അപ്പോഴത്തേക്കും വാങ്ക് കൊടുക്കാനായി. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു. എല്ലാവരും കൂടെ അപ്പോൾ വാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒക്കെ സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര രസമായിരുന്നു. കുറച്ച് നൈറ്റായപ്പോൾ